ഞാൻ ആഡ് ഫിലിംസ് ഡയറക്ട് ചെയ്തതിന് ശേഷമാണ് സിനിമ 250 ആഡ്സോളം ഞാൻ ചെയ്തിട്ടുണ്ട്. നാഷണലി ഇന്റർനാഷണലി ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. സിനിമയിൽ ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ഇൻഡസ്ട്രി ബാക്കപ്പ്, ഇൻഡസ്ട്രി ബേസോ ഇല്ല. പൈസയിലൂടെ ഒരു 4 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന ഒരു കഥയാണ് ഞാൻ അന്ന് പറയാൻ ശ്രമിച്ചത്. മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടനുമായിട്ട് നമ്മളൊരു പ്രൊജക്ട് നീക്കിയത് പല സാഹചര്യങ്ങൾ കൊണ്ട് ആ സമയത്ത് നടന്നില്ല. കരിയറിൽ വലിയൊരു ഗ്യാപ്പ് വന്നു. പൈസയുടെ റിലീസ് കഴിഞ്ഞ് ബാക്ക് ടു ബാക്ക് ചെയ്യേണ്ട സിനിമയാണിത്. മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ OTT ഒറിജിനൽ എന്നുള്ള ഒരു ലേബൽ നമുക്ക് സ്വന്തമാക്കണം. രണ്ടാമന് ചരിത്രത്തിൽ പ്രസക്തി ഇല്ലല്ലോ. സെക്കൻഡ് ലോക്ക്ഡൌൺ വന്ന സമയത്ത് സിനിമകൾ പലതും ഇരുന്നുപോയി. സർക്കിളിലുള്ള ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ഒരു പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ബട്ടർഫ്ലൈകൾ 85ലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. സിനിമയ്ക്ക് 48 അവാർഡ്സോളം നാഷണലി ഇന്റർനാഷണലി നമുക്ക് കിട്ടി. ആദ്യത്തെ ആഡ് ഫിലിം ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ചെയ്തു. ക്യാമ്പസിൽ നിന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പൊ അന്നത് ഭയങ്കര ന്യൂസ് ഒക്കെ ആയി. ഫസ്റ്റ് ഫിലിം നമുക്ക് അവാർഡ് കിട്ടിയത് ബോളിവുഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു. അടുത്ത പ്രൊജക്ട് ഒരു വെബ് സീരീസ് ആണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വേണ്ടതെന്ന് പറഞ്ഞാൽ പെർസീവറൻസ് ആണ്. നിരന്തരമായ പരിശ്രമം കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എത്തുന്ന ഒരു ഗിഫ്റ്റ് ആണ്. നമുക്ക് സിനിമ ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ സിനിമ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. 3 സിനിമയും തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് ഭയങ്കര കോൺഫിഡൻസിൽ പറയാം. സിനിമ സാമ്പാറിന്റെ രുചി അറിഞ്ഞവർ സിനിമ വിട്ടു പോവില്ലെന്നാ പറയാം. എല്ലാത്തരം ജോണറിലുള്ള സിനിമകൾ ചെയ്യണം. അമ്മായി പറഞ്ഞത് PG കഴിഞ്ഞിട്ട് എന്ത് തോന്നിയ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു JC സ്റ്റുഡിയോ. JC സ്റ്റുഡിയോയുടെ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണ്. ഇന്നത്തെ യൂത്ത് ബ്ലഡ് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. സിനിമാക്കാരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിനിമ മേഖലയിലുള്ള വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പുതിയ സിനിമ റീസെൻ്റ്ലി, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മന്തായിരുന്നു അതിൻ്റെ റിലീസിങ് ഉണ്ടായിരുന്നത്. ബട്ടർഫ്ലൈ ഗേൾ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ പ്രശാന്ത് മുരളിയാണ് ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഡയറക്ടറിനോട് ചോദിക്കാം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളും കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചെല്ലാം നമുക്കൊന്ന് സംസാരിക്കാം. ഗുഡ് മോർണിംഗ് സാറേ. സച്ചിനാണ്. യെസ് സാറ് ഇപ്പൊ എത്ര വർഷമായി ഫീൽഡിൽ? ഞാൻ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഫീച്ചർ ഫിലിം 2013 റിലീസ് ചെയ്യുന്നത്. പൈസ. അതെ. പക്ഷെ ആക്ച്വലി ഞാൻ അതിനു മുമ്പ് ഒരു 10 വർഷത്തോളം അഡ്വർടൈസ്മെന്റ് ഫിലിം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ബേസിക്കലി ആഡ് ഫിലിം മേക്കർ ആയിരുന്നു. ഒരു 10 ഇയേഴ്സോളം ഞാൻ ആഡ് ഫിലിംസ് ഡയറക്ട് ചെയ്തതിന് ശേഷമാണ് സിനിമ. അപ്പൊ അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരു ക്യാമറക്ക് പുറകിൽ ഉണ്ടാക്കിയെടുത്തിട്ടാണ്. അതെ, 250 ആഡ്സോളം ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, നാഷണലി ഇന്റർനാഷണലി ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് സാറ് സിനിമ ഇൻഡസ്ട്രിയിൽ? എന്നിട്ടാണ് ഞാൻ സിനിമ. ഇപ്പോ ആർട്ട് ഫിലിം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തു അല്ലെങ്കിൽ? ഇല്ല, സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ആക്ച്വലി ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്പേഴ്സ് കുറവാണ്. കാരണം കൂടുതലും നമ്മളുടെ ഒരു ഫോക്കസ് ഇപ്പം മൂവിയിലേക്ക് വന്നുകൊണ്ട് നാച്ചുറലി അത് ഒന്ന് കുറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഒരു അഡ്വർടൈസിങ് സ്റ്റൈൽ അല്ല ഇപ്പോഴത്തെ, കുറച്ച് ഡിഫറെന്റ് ആണ്. കൂടുതലും റീൽ ഫോർമാറ്റ്സിലേക്കൊക്കെ തന്നെ അഡ്വർടൈസ്മെന്റ്സ് മാറിയിട്ടുണ്ട്. സോ അത് അതിന്റെ ഒരു രീതി മാറി. ഫസ്റ്റ് സിനിമ 2013 പൈസ. എന്തായിരുന്നു അതിന്റെ ഒരു സ്ട്രഗ്ലിംഗ്? നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, കാരണം ഞാൻ അങ്ങനെ അധികം പേരെയൊന്നും അങ്ങനെ അസിസ്റ്റ് ചെയ്യാതെ വന്ന ഒരാളാണ്. ഞാൻ അഡ്വർടൈസ്മെന്റിൽ മാത്രം 1-2 ആൾക്കാരെയൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സിനിമയിൽ ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ സ്ട്രഗിൾ ഭയങ്കരമായിരുന്നു. കാരണം എനിക്കൊരു ഇൻഡസ്ട്രി ബാക്കപ്പോ ഇൻഡസ്ട്രി ബേസോ ഇല്ല. അപ്പൊ പലരും എന്നോട് ആ സമയത്ത് ചോദിച്ചിരുന്നത് പോലും പരസ്യക്കാരന് സിനിമ ചെയ്യാൻ അറിയാമോ എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ചിന്താഗതി മാറി കേട്ടാ. അതെ, പരസ്യക്കാർ കുറെ വന്നിട്ട് ഭയങ്കര ഹിറ്റ് അടിച്ചോടുകൂടി ആ ഒരു ചിന്താഗതി മാറി. അത് ഭയങ്കര സ്ട്രഗിൾ തന്നെയായിരുന്നു. കാരണം നമ്മൾ ഒരാളെ, പ്രത്യേകിച്ചും പുതിയൊരാശയം, ഇപ്പൊ ഒരു 4 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന ഒരു കഥയാണ് ഞാൻ അന്ന് പറയാൻ ശ്രമിച്ചത്. പൈസയിലൂടെ 2 നഗരങ്ങളിലായിട്ട്, കൊച്ചിയിലും ചെന്നൈയിലുമായിട്ട് ഒരു 4 മണിക്കൂറിനുള്ളിൽ കുറച്ച് ലൈഫ് മാറി മറിയുന്നതായിരുന്നു അതിന്റെ ഒരു പ്രമേയം.
അപ്പൊ അന്ന് ആക്ച്വലി അത് കൺസീവ് ചെയ്ത് അതിന് വേണ്ടി ശ്രമിച്ചു തുടങ്ങിയപ്പം ട്രാഫിക് ഒന്നും റിലീസ് ആയിട്ടില്ല. അപ്പൊ ട്രാഫിക്കിൽ പോലെ ഒരു മുൻമാതൃക നമുക്കുണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാം, പ്രൊഡക്ഷനെയോ ആർട്ടിസ്റ്റിനെയോ ഒക്കെ. പിന്നെ ഇതൊരു വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നു. അതിന് ഒരു 10,000 രൂപയ്ക്ക് വേണ്ടി ഒരാള് സ്ട്രഗിൾ ചെയ്യുന്നതായിരുന്നു ആ സിനിമയുടെ പ്രമേയം. ഇത് പലരെയും കൺവിൻസ് ചെയ്യിച്ചെടുക്കൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവര് ചോദിക്കുന്നത് 10,000 രൂപ ഈസി ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് എൻ്റെ സിനിമയുടെ പ്രമേയവും. കാരണം അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഇയാൾക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് അതിന്റെ സ്ട്രഗിൾ, ആ സിനിമയുടെ ഒരു കോൺഫ്ലിക്റ്റ്. അപ്പൊ അതായിരുന്നു നമ്മൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ എന്തിനേലും പൂർണ്ണമായിട്ട് നടക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ തേടി വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടാ കോൾ വന്നത്, പ്രൊഡക്ഷൻ കോൾ വന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസസിന്റെ മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യുകയും ഒരുപാട് ആർട്ടിസ്റ്റിനെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ നാച്ചുറലി ഒരു കോൾ എനിക്ക് വരികയായിരുന്നു ചെയ്തത്, ഈ പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് പൈസ സ്റ്റാർട്ട് ചെയ്തത്. സാർ ഇപ്പൊ ഈ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഡയറക്ടറിനോട് പറയാനുള്ള ഒരു കാര്യം, കേട്ട് പഠിച്ചോ രന്യാന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ സാറ് അന്ന് പോയ 2013 പോയ ആ വഴിയിലൂടെയാണ് ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എത്രത്തോളം ഇന്ന് സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പ്രൊഡ്യൂസറിനെ കൺവേ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ അടുത്ത കാലത്ത്, എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല കൊണ്ട് പറയാനാണ് കേട്ടോ. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ തൃശ്ശൂർ വരെ ഓടേണ്ടി വന്നു. ജസ്റ്റ് ഫോണിലൂടെ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ഇത് എന്നോട് ജസ്റ്റ് സൂചിപ്പിച്ചായിരുന്നു, പുള്ളി ചെയ്യാൻ ചാൻസ് കുറവാണ്, കാരണം ചെറിയ ബഡ്ജറ്റാണ്, എന്നാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വരൂ നമുക്കൊന്ന് നേരിട്ട് കാണാം, വരാണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ പോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവരോട് ഞങ്ങൾ സ്റ്റോറി ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവർ എടുത്ത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, എൻ്റെ സാർ ഇത് ചെയ്യൂല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാരണം പുള്ളി ചെറിയ ബഡ്ജറ്റ് ചെയ്യൂല, ഇപ്പൊ പുതിയൊരു സിനിമ കമ്മിറ്റ് ചെയ്ത് നിൽക്കണേണ്, അത് കുറച്ച് ഹെവിയാണ്, അതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല, ഒരു വർക്കും തുടങ്ങിയിട്ടൊന്നുമില്ല, മലയാളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു നടനാണ്, ഞാൻ ഇതിൻ്റെ അകത്ത് പേര് പറയുന്നില്ല, നടനാണ് അതിന്റെ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു, സംസാരിച്ചു. പക്ഷെ ഞങ്ങൾ അവിടുന്ന് അവർ പറഞ്ഞു അടുത്ത എന്തായാലും നമുക്ക് കുറച്ച് വലിയ ബഡ്ജറ്റ് നമുക്ക് നോക്കാം. ഞങ്ങളപ്പോൾ പറഞ്ഞു വലിയ ബഡ്ജറ്റുണ്ട്, വലിയ ബഡ്ജറ്റും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അവർ പറഞ്ഞു ഇപ്പൊ എന്തായാലും ഇത് കഴിയട്ടെ. ഞങ്ങൾ ആ തൃശ്ശൂർ വരെയും ശരിക്കും പോകേണ്ട കാര്യമില്ല. മനസ്സിലായി. കാരണം അറിയാലോ, ഇപ്പൊ സാർ ഇവിടം വരെ വരണമെന്നുണ്ടെങ്കിലും സാറ് വണ്ടി എടുക്കാണ്ടാണ് വന്നേക്കുന്നത്, ഓട്ടോയിലാണ് വന്നിറങ്ങിയത് ജംഗ്ഷനിൽ നിന്നല്ലേ. അപ്പൊ സാർ ആ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ സാറും പൈസ കൊടുക്കാണ്ട് പൈസ എന്ന് പറയുന്ന പൈസ ഇല്ലാണ്ട് വരാൻ പറ്റൂലല്ലോ. സാറ് ചെയ്ത സിനിമയാണ് പൈസ, അതില്ലാണ്ട് എന്തായാലും ഒരാൾ നമ്മളെ ഫ്രീ ആയിട്ട് കൊണ്ടു വിടാൻ പോകില്ല. ഇതൊക്കെ നമ്മൾ സ്ട്രഗിൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ് പറയുമ്പോ ഞങ്ങള് ഇപ്പൊ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷ്വലി കാണുന്നുണ്ട്. സാറ് ആ ഒരു 10,000 രൂപയുടെ കാര്യം വരെ പറഞ്ഞപ്പോ, അത് കഴിഞ്ഞിട്ട് 2013 ശേഷം പിന്നെ അടുത്ത പ്രൊജക്ട് അപ്ലൈ ആയിരുന്നു. പിന്നെ ആക്ച്വലി ആ സമയത്ത് ഞാൻ ഇമ്മീഡിയറ്റ്ലി വേറെ പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് സാർ ഒരു കോൺഫിഡൻസ് ആയിരുന്നില്ല ഫസ്റ്റ് മൂവി ചെയ്ത് കഴിഞ്ഞപ്പോ. സാർ ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ ആദ്യം ചെയ്യാൻ നേരത്തെ നമുക്ക് ഉണ്ട്, ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അത് ചെയ്തു വരുമ്പോ സാറിന് ഒന്നും കൂടി രണ്ടാമത്തേലേക്ക് സാറ് കടക്കുമ്പോൾ ആ ഒരു ഡബിൾ കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഓൾറെഡി ഞാൻ ഫിലിം മേക്കറായി, ഫീച്ചർ ഫിലിം ഡയറക്ടറായി. അപ്പം സോ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റുകൾ താല്പര്യം കാണിക്കും. ഓൾറെഡി ഹീസ് എ ഡയറക്ടർ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയ സിനിമയാണ്, പ്രൊഡ്യൂസറെ സംബന്ധിച്ചും ബിസിനസ് ആയ സിനിമയാണ്. സോ എല്ലാ തരത്തിലും ഓക്കെ ആയിട്ടുള്ള ഒരു ഫിലിമിന്റെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നാച്ചുറലി നമുക്ക് അവിടെ ഒരു സൈ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടനുമായിട്ട് നമ്മളൊരു പ്രൊജക്ട് നീക്കിയിരുന്നു. പക്ഷെ അത് പല സാഹചര്യങ്ങൾ കൊണ്ട് ആ സമയത്ത് നടന്നില്ല. അങ്ങനെ കരിയറിൽ വലിയൊരു ഗ്യാപ്പ് വന്നു. ഞാനാണെങ്കിൽ മെന്റലി ആ സ്ക്രിപ്റ്റിൽ ഭയങ്കര ലോക്ക്ഡ് ആയിപ്പോയി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പൈസ ചെയ്തിട്ട് അതിനുശേഷം ചെയ്യേണ്ട സിനിമ ഇതാണ് എന്ന് മനസ്സിൽ നമ്മൾ വൺസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ പ്രശ്നമാണ്, എല്ലാവർക്കും ആ പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ അതിൽ മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് ലോക്ക്ഡായി. കാരണം അത് ഇപ്പം നടക്കും എന്നുള്ളൊരു ധാരണയുടെ പുറത്താണല്ലോ നമ്മളത് നീക്കുന്നത്. അപ്പൊ അത് എല്ലാ തരത്തിലും ഓക്കെ, പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ഒക്കെ അഡ്വാൻസ് ചെയ്തു. ഓൾറെഡി അങ്ങേര് നമുക്ക് പ്രീ പ്രൊഡക്ഷന് ഫ്ലാറ്റ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം ആർട്ടിസ്റ്റിനെ പുള്ളി റെഡിയാണ്, അഡ്വാൻസ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. നമ്മൾ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്തു, ഈ ആക്ടറെ കേൾപ്പിച്ചു വീണ്ടും. അപ്പം പുള്ളി പക്ക കൺഫർമേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് നമ്മൾ വർക്ക് ചെയ്തു.
അതും പുള്ളിയെ കേൾപ്പിച്ചു. പുള്ളി അതെല്ലാം കഴിഞ്ഞ് ഓക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തുകയും ആ സമയത്ത് അഡ്വാൻസ് കൊടുക്കേണ്ട ഒരു സമയമായപ്പം പല ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം നടന്നില്ല. അങ്ങനെ അത് പ്രൊജക്റ്റ് നടന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതായിരുന്നു ഞാൻ ഇമ്മീഡിയറ്റ്ലി, അതായത് പൈസയുടെ റിലീസ് കഴിഞ്ഞ് ബാക്ക് ടു ബാക്ക് ചെയ്യേണ്ട സിനിമയാണിത്. മനസ്സിലായി. അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് മറ്റൊരു സിനിമയിലേക്ക് കയറാൻ പറ്റുന്നില്ല. നാച്ചുറലി ഞാൻ വീണ്ടും പരസ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ ഇവിടെ എന്തായാലും വേണം. അപ്പം നമ്മൾ തിരിച്ച് പരസ്യത്തിലേക്ക് വന്നു. പിന്നെ കുറച്ച് നാൾ പരസ്യങ്ങളുമായിട്ട് പോകുമായിരുന്നു. ആ സമയത്താണ് ലാൽ ബാഗ് വരുന്നത്. അപ്പം ആ ഗ്യാപ്പ് ഉണ്ട് ഇതിനിടയ്ക്ക്. അപ്പം അതിനിടയ്ക്കും ഈ പറഞ്ഞ പോലെ ശ്രമിക്കാതിരുന്നിട്ടൊന്നുമില്ല. പക്ഷെ നല്ല സബ്ജക്റ്റുകളുടെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ലാൽ ബാഗിലേക്ക് എത്തുന്നതും. അത് നമുക്കൊരു പടം. അപ്പൊ ലാൽ ബാഗ് ഏത് ഇയർ ആയിരുന്നു? ലാൽ ബാഗ് 2021 ചെയ്തത്. ഗ്യാപ്പ് ഉണ്ട്. അത് എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? അത് 25 days. പൈസ എത്ര ഷൂട്ടായിരുന്നു? പൈസ ഏകദേശം അത്രയൊക്കെ തന്നെയാണ്. 30 അതിനിടയ്ക്ക് തീർന്ന സിനിമയാണ്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. നമ്മളൊരു ഫസ്റ്റ് മൂവി ഇപ്പൊ ഈ പറഞ്ഞത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പല സ്വപ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തിട്ടായിരിക്കും സെർച്ച് ചെയ്തേക്കുന്നത്. സാർ, ഒരു ഗ്യാപ്പ് സ്വാഭാവികം. അതിപ്പോ എല്ലാവരും നമുക്ക് കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടാവാം. ആ ലാൽ ബാഗ് എന്ന് പറഞ്ഞ സിനിമ, അതിലെ ആർട്ടിസ്റ്റുകൾ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. മോഹൻദാസ്, രാഹുൽ മാധവ്, പിന്നെ കന്നഡ ആക്ടറുണ്ട്, രാഹുൽ ദേവ് ഷെട്ടി എന്ന് പറയുന്ന ആക്ടർ, പിന്നെ സിജോയ് വർഗീസ്, മലയാളത്തിൽ സിജോയ് വർഗീസ്, പിന്നെ തെലുങ്കിന്ന്. ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തെലുങ്കിന്നൊരു അവിടുത്തെ ഒരു ഹീറോയിനാണ് നമ്മുടെ പടത്തിൽ സെക്കൻഡ് ഹീറോയിനായിട്ട് ചെയ്തത്. ഇത് ആക്ച്വലി ഒരു നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് OTT മലയാളം എന്നുള്ള ഒരു സംഗതിക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതൊരു ഹിസ്റ്ററിയാണ്. മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒറിജിനൽ OTT ഒറിജിനൽ എന്നുള്ള ഒരു ലേബൽ നമുക്ക് സ്വന്തമാക്കണം എന്നുള്ള പ്ലാനിൽ നമ്മൾ പ്ലാൻ ചെയ്തൊരു പടമാണ്. അപ്പൊ അത് പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് പ്ലാൻ ആക്കിയിട്ട് അങ്ങനെ മുംബൈയിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ ഈ പടം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് പടം ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ത്രില്ലറാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ ത്രില്ലർ എന്നുള്ള രീതിയിൽ സംഗതി നീക്കി. അതുകൊണ്ട് തന്നെ അതിന്റെ കാസ്റ്റിങ് നമ്മളൊരു കന്നഡ, ഇപ്പം ഫുള്ളി ബാംഗ്ലൂർ നടക്കുന്ന കഥയാണ്. അപ്പൊ നമ്മളിപ്പോ അല്ലാതെ ഒരു തിയേറ്ററിക്കൽ റിലീസ് ഉള്ള ഒരു സിനിമയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഒരു കന്നഡ ആക്ടറെ ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസറായിട്ട് എടുക്കണ്ടായിരുന്നു. ഒരു മലയാളി ഓഫീസറെ ഞാൻ അവിടെ കാസ്റ്റിംഗിൽ ഇടുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിന് മറ്റ് ഇപ്പൊ തെലുങ്കിൽ നിന്ന് ആക്ടേഴ്സ് ഉണ്ട്, ഹിന്ദിയിൽ നിന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ റീജിയണൽ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ പിച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തത്. അത് OTTയുടെ ആ ഒരു സംഗതി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ കാസ്റ്റിംഗ് പോലും പ്ലാൻ ചെയ്തത്. പിന്നീട് എന്ത് സംഭവിച്ചത്? എന്നിട്ട് സംഭവിച്ചത്, ആ സമയത്ത് സെക്കൻഡ് ലോക്ക്ഡൌൺ വന്നു. സെക്കൻഡ് ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഈ പറയുന്ന സിനിമകൾ പലതും ഇരുന്നുപോയി. അപ്പൊ ഇരുന്ന് പോയപ്പോഴാണ് സൂഫിയും സുജാതയും എന്ന് പറഞ്ഞ സിനിമ, അത് തിയേറ്ററിന് വേണ്ടി ചെയ്ത സിനിമയാണ്, നേരെ തിരിച്ചു അവരതെടുത്തിട്ട് ഒറിജിനൽസ് ആയിട്ട് മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒറിജിനൽ സൂഫിയും സുജാതയാണ്. അങ്ങനെ അത് അവര് OTT റിലീസ് ചെയ്തു. അപ്പം എപ്പോഴും രണ്ടാമന് ചരിത്രത്തിൽ പ്രസക്തി ഇല്ലല്ലോ. അപ്പം നമ്മൾ പിന്നെ ആ ഒരു സംഗതി മാറി. എങ്കിലും നമ്മൾ OTT ഒറിജിനൽ എന്നുള്ള പ്ലാനിലൊക്കെ നിന്നു. പക്ഷെ അത് നമ്മൾ സോഫ്റ്റ് റിലീസ് ഓൾറെഡി ബിസിനസ് ആയി. സിനിമ C5 സിനിമ ബിസിനസ് ആയി. അപ്പൊ അവര് പറഞ്ഞു റിലീസ്. അത് C5 സ്റ്റാർട്ടിംഗ് ടൈം എന്തോ ആയിരിക്കുള്ളൂ അല്ലേ? അത് അല്ലേ ഉണ്ടായ സമയത്ത്. അപ്പൊ അത് അവര് ഓൾറെഡി പ്രീ ബിസിനസ് ആയ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിക്കൽ റിലീസ് പോയത്. അങ്ങനെ തിയേറ്റർ റിലീസ് ചെയ്തു. പടം അത്യാവശ്യം നല്ല റിവ്യൂ വന്ന സിനിമയാണ്. 2021. അപ്പൊ 2021 തന്നെ അത് അപ്പൊ ഷൂട്ട് നടക്കുന്നത് അതിന്റെ പ്രീവിയസ് ഇയർ. മീൻസ് ഞാൻ ചോദിക്കുന്നത് ഗ്യാപ്പ് ഉണ്ട്. കോവിഡ് ടൈമിലായിരുന്നു ഷൂട്ട് നടക്കുന്നത്? കോവിഡിന്റെ തൊട്ട് മുന്നേ ആയിരുന്നു ഷൂട്ട് നടന്നത്. ഒരു വർഷം വെറുതെ ഒന്നല്ല, ആക്ച്വലി 1.5 വർഷത്തോളം നമ്മൾ അതിന്റെ എഡിറ്റിംഗ് പരിപാടി എന്നൊക്കെ ഉള്ള രീതിയിൽ. അല്ല, അതേ സമയത്ത് കോവിഡ് സമയത്ത് ഞങ്ങളുടെ 2 മൂവി ഞാൻ ചീഫായിട്ട് വർക്ക് ചെയ്യുന്നത് കോവിഡ് സമയത്തായിരുന്നു. ഒന്ന് ദി റോഡ് എന്ന് പറഞ്ഞിട്ട് മൂവി ആയിരുന്നു.
മിസ്റ്റർ റഷീദ് മൊയ്തീൻ ആയിരുന്നു അതിന്റെ ഡയറക്ടർ. ഓ അത് പുതിയ ആൾക്കാരായിരുന്നു. പിന്നെ കർത്താവ് ദി ക്രിയേറ്റർ എന്ന് പറഞ്ഞ സാബു മാഞ്ഞോളി എന്ന് പറഞ്ഞ ഡയറക്ടർ. അതൊക്കെ ഈ കോവിഡിന്റെ ഒരു കാലഘട്ടം തന്നെ ആയിരുന്നു. ഞങ്ങൾ ആ സമയത്ത് താമസിക്കുന്ന പനമ്പള്ളിനാറില്ല. അപ്പൊ 2021 സാറ് ലാൽബാഗ് ചെയ്തു. അതിന് ശേഷം പിന്നെ അതിനുശേഷം ആക്ച്വലി അതും ഈ പറഞ്ഞ പോലെ തന്നെ ജയസൂര്യ വെച്ചിട്ട് അടുത്തൊരു പ്രൊജക്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ടല്ല, അത് ഓൾറെഡി എഗ്രിമെന്റ് ചെയ്ത് അഡ്വാൻസ് ചെയ്തു, അതൊക്കെ റെഡി ആയിട്ട് മൂവ് ചെയ്യാനിരിക്കുമ്പോഴാണ് നമ്മൾ 2 മാസം പ്രീ പ്രൊഡക്ഷനും ചെയ്തു. ലാൽബാഗ് നടക്കുന്ന ഫസ്റ്റ് കോവിഡിന്റെ സമയത്താണെങ്കിൽ ഇതിന്റെ പ്രശ്നം നടക്കുന്നത് സെക്കൻഡ് കോവിഡിന്റെ സമയത്ത്. സെക്കൻഡ് കോവിഡിൽ ഇപ്പൊ ഈ സമയത്ത് ഷൂട്ടിംഗ് നടക്കില്ല. ഓൾറെഡി ജയസൂര്യയുടെ ചില പ്രൊജക്ടുകൾ, ഇപ്പൊ ജോൺ ലൂതർ, ഇതൊക്കെ ഷൂട്ട് തുടങ്ങാനിരിക്കുകയാണ്. ജോൺ ലൂതറും കഴിഞ്ഞ് വേറെ 2 പടവും കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടം ലൈനപ്പിൽ കിടക്കുന്നത്, ജയസൂര്യ സംഭവം. അപ്പൊ ആ സമയത്ത് ഇതിങ്ങനെ ആയപ്പോ നമുക്ക് പിരിച്ചുവിടേണ്ട വന്നു. പിള്ളേർ നമ്മുടെ ഡയറക്ഷൻ ടീമൊക്കെ ഫുൾ 2 മാസമായിട്ട് ഓൾറെഡി വർക്ക് നടക്കുകയാണ്. അങ്ങനെ അവരെ പിരിച്ചുവിട്ടതിന് ശേഷം പിന്നീട് അതൊന്ന്, അതായത് നമുക്ക് ഷൂട്ടിങ് വേണ്ട ലൊക്കേഷൻ ഒരു പബ്ലിക് പ്ലേസ്. അപ്പൊ ആദ്യത്തെ സിനിമയില് ആ 4 മണിക്കൂർ പോലെ തന്നെ ഒരു 4 മണിക്കൂറത്തെ കഥയാണ്, പക്ഷെ അതൊരു പബ്ലിക് പ്ലേസിൽ സംഭവിക്കുന്നതായിട്ടാണ് കഥ. ആ സംഭവം നടക്കുന്നത് ഒരു പബ്ലിക് പ്ലേസിൽ, ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു സ്ഥലത്താണ്. അവിടെ പെർമിഷൻ കിട്ടില്ല, ആ സമയത്ത് ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടില്ല, നമുക്ക് ഹൈഡ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആകെ നമ്മൾ വിഷണ്ണരായി എന്ത് ചെയ്യണമെന്നുള്ള ആ കൺഫ്യൂഷൻ വന്നു. നമ്മളാണെങ്കിൽ എന്താ പറയുന്ന ഒരു ആവേശത്തള്ളിച്ചയിൽ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര ഡിപ്രസ്ഡ് ആയി. നമ്മൾ ചെയ്തത് പകരം നമുക്ക് മറ്റൊരു പരിപാടി, ഈ കോവിഡ് കാലത്തിനൊപ്പം ചെയ്യാവുന്ന ഒരു ഫിലിം നമുക്ക് ചെയ്യാം. വലിയ ആർട്ടിസ്റ്റുകളൊന്നും അല്ലാതെ നമ്മൾക്ക് പരിചയമുള്ള നമ്മളുടെ ഇതിലുള്ള സർക്കിളിലുള്ള ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ഒരു പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ബട്ടർഫ്ലൈകൾ 85ലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പൊ സെയിം ക്രൂവിനെ തന്നെ നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ആരും വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. അവരെ സംബന്ധിച്ചും അവരും വർക്ക് ചെയ്യാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ അവരെ നേരെ ഇതിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു, ഇതിലേക്ക് അങ്ങോട്ടാക്കി. അപ്പൊ അങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഗേൾ വരുമ്പോഴത്തേക്ക് എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? അത് ഒരു 35, അത് പല ഷെഡ്യൂൾസ് ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തത് പല സമയം. കാരണം ആ സമയത്ത് കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. എന്നാലും അതെന്താ സാർ ഇത്ര ഡിലേ വന്നത്? അപ്പൊ അത് റിലീസ് ചെയ്യാനായിട്ട് അത് നമ്മൾ ഫെസ്റ്റിവൽ റൺ ഉണ്ടായിരുന്നു. ഒരുപാട് ഫെസ്റ്റിവലിന് അത് സിനിമയ്ക്ക് 48 അവാർഡ്സോളം നാഷണലി ഇന്റർനാഷണലി നമുക്ക് കിട്ടി. അത് ഭയങ്കര ഒരു അപ്രിസിയേഷൻ അല്ലേ? അതെ. ഇപ്പം ഫസ്റ്റ് ഫിലിം നമുക്ക് അവാർഡ് കിട്ടിയത് ബോളിവുഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു. ഞങ്ങൾ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് കിട്ടിയപ്പോഴാണ് ശരിക്കും നമ്മൾ ഇതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ ഒരു 1.5-2 വർഷത്തോളം ഫിലിം ഫെസ്റ്റിവൽ റണ്ണിൽ പോയത് കൊണ്ടാണ് ആ ഗ്യാപ്പ് വന്നത്. 48 അവാർഡ് കിട്ടി. അതില് ചെലവൊക്കെ ചെയ്യും. കാരണം ഈ അവാർഡ് കിട്ടാന്ന് പറഞ്ഞാല് ഞാൻ പറയുന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു സിനിമയുടെ അവാർഡ് കിട്ടുമ്പോൾ, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കുറെ ക്രൂ മെമ്പേഴ്സ് ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതില് ആർട്ടിസ്റ്റുകളുണ്ട്, ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യുന്നവര്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. നമുക്കെല്ലാം അന്നം തരുന്നത് പ്രൊഡ്യൂസർ എന്നാണ് എന്റെ വിശ്വാസം കൊണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആ പ്രൊഡ്യൂസറിനേക്കാൾ കൂടുതൽ ആ സിനിമക്ക് അവാർഡ് കിട്ടുമ്പോൾ സന്തോഷം തോന്നുന്നത് ഡയറക്ടറിന് തന്നെയായിരിക്കും. ഉറപ്പായും ശരിയല്ലേ? അത് കഴിഞ്ഞാൽ അതിന്റെ റൈറ്ററിനായിരിക്കും. ഇവർ രണ്ടുപേര് കഴിഞ്ഞാല് ഒരു സിനിമയുടെ മുഖ്യൻ എന്ന് പറയുന്നത്, സിനിമയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? പ്രൊഡ്യൂസറാണ്. പക്ഷെ ഒരു അവാർഡ് കിട്ടുമ്പോൾ എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്റെ കുഞ്ഞിന് കിട്ടുന്ന ഒരു പുരസ്കാരമാണ്. അപ്പൊ അതിന്റെ അഭിമാനം ഏറ്റവും കൂടുതൽ തോന്നുന്നത് അതിന്റെ ഡയറക്ടറിനും അത് കഴിഞ്ഞ അതിന്റെ റൈറ്ററിനുമാണ് അല്ലെ? അപ്പൊ 48 അവാർഡ്. ഞാൻ ഈ അവാർഡ് ജേതാക്കളെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ ഒരു അനീഷ് ബാബു അബ്ബാസ് എന്ന ഡയറക്ടർ, പൂവെന്ന് പറഞ്ഞ സിനിമ ഈ അടുത്ത് മനോരമ മാക്സ് റിലീസ് ചെയ്യാൻ. അദ്ദേഹത്തിന് അറിയോ? വളരെ സൗമ്യനായ ഒരു വ്യക്തിയാണ്. സിനിമാട്ടോഗ്രാഫറാണ് പുള്ളി. പൂവെന്ന് പറഞ്ഞ സിനിമക്ക് ഒരു 15 അവാർഡുകളും നേടിയിട്ടുണ്ട്. ഇതിപ്പോ സാർ അതിനെ കടത്തി വിട്ട് 48ആയി. ഒറ്റ സിനിമ. ഇതിനകത്ത് ഒരു സംഭവം ഇപ്പൊ പറഞ്ഞാല് ഡയറക്ടർക്കും റൈറ്റർക്കും പ്രൊഡ്യൂസർക്കും ആണുള്ള സന്തോഷം എന്ന് പറഞ്ഞില്ലേ, ഇത് 3ലും ഞാനുണ്ടെന്നുള്ളതാണ്.
ഈ സിനിമയുടെ സംവിധായകനും എഴുത്തുകാരൻ ഞാനാണ്, പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ ഞാനാണ്. അത് കംപ്ലീറ്റ്ലി ആ ഒരു കോറം തികഞ്ഞു. ഒരു 48 അവാർഡ് പ്രതീക്ഷിച്ചിട്ടാണോ ആ സിനിമ? അല്ല, ആക്ച്വലി ഇതൊരു അവാർഡ് സോ കോൾഡ് നമ്മളുടെ ആർട്ട് ഹൗസ് മൂവി ഒന്നും അല്ല. ഇത് ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള ഇപ്പോഴത്തെ എന്താ പറയുന്ന ഈ ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയ. അപ്പൊ ഇപ്പോഴത്തെ ഈ പറയുന്ന പോലെ ഒരു സ്വന്തം ഐഡന്റിറ്റി എന്നുള്ളതിലപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ ഐഡന്റിറ്റിയിലാണ് ഇന്ന് മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. അപ്പൊ ഇതിന്റെ കോൺഫ്ലിക്റ്റും എങ്ങനെ ഒരു പെൺകുട്ടി അവളുടെ കുട്ടിക്കാലത്തെ ട്രോമാസും ഇപ്പൊ അവൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളും ഒക്കെ ഒരുമിച്ച് വരുന്നു, അതവളെ വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതും എങ്ങനെ അവൾ അതിനെ അതിജീവിക്കുന്നു എന്നതുമാണ് സിനിമ പറയുന്നത്. സിനിമ ബേസിക്കലി മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് ഫിലിമാണ്. സിനിമയുടെ ഏറ്റവും ഒടുവിൽ ബട്ടർഫ്ലൈ ഗേൾ 85 എന്നുള്ളത് മാറ്റി അവളുടെ സ്വന്തം പേര് ചേർക്കുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ ആ സിനിമയ്ക്ക് ഒരു വേറെ തരം വാല്യൂ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ സിനിമ അവാർഡ് ആയി മാറിയത്. സിനിമ കഥ പറയുന്ന രീതിയും ഒക്കെ പുതിയ രീതിയിൽ തന്നെയാണ്, അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള രീതികൾ. ഇപ്പം സിനിമയിൽ തന്നെ 3 പാട്ടുകളുണ്ട്. നമുക്കൊരു ആർട്ട് ഹൗസ് സിനിമയിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ അല്ല കൺസീവ് ചെയ്തതും ട്രീറ്റ് ചെയ്തതും. പിന്നെ കളേഴ്സ് ആണെങ്കിലും ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ടൈപ്പ് ഓഫ്, ഞാൻ ബേസിക്കലി ആർട്ട് ഫിലിം മേക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കളർ പാലറ്റും എല്ലാം അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അതൊരിക്കലും നമ്മളൊരു സ്ഥിരം കാണുന്ന ഒരു അവാർഡ് ടൈപ്പ് മൂവി അങ്ങനെ വേണ്ട, അങ്ങനത്തെ രീതിയേ അല്ല സിനിമയ്ക്ക് നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും കണ്ടംപററി ലൈഫ് എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു. അപ്പൊ സിനിമ ചെറിയ ഗ്യാപ്പ് കൊടുക്കാം നമുക്ക് സിനിമ. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. സോ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ ആവശ്യത്തിന് എന്റെ കസ്റ്റമറുടെ അടുത്ത് പോകുമ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളെങ്കിലും കിട്ടാതിരിക്കൂല ഒരു ദിവസം. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കും. പിന്നെ കമ്പനി മാറ്റി വെച്ചു. ചിലപ്പോ ആ കടയിൽ പുതിയതായിട്ടായിരിക്കും ആ ഷോപ്പിൽ ഞാൻ പോയേക്കുന്നത്. ആ ഷോപ്പിൽ പുതിയതായിട്ട് ഞാൻ പോയി ഒരാളെ ഞാൻ ആദ്യം അന്നാണ് ഞാൻ അയാളെ കാണുന്നത്. പക്ഷെ സംസാരിച്ച് വരുമ്പോ സിനിമ മേഖലയിൽ അയാൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ എന്റെ കമ്പനിയൊക്കെ ഞാൻ മറന്നു. ഇയാളായിട്ട് ഇങ്ങനെ കഥകൾ ഇങ്ങനെ പറഞ്ഞേക്കും. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അവിടുത്തെ സെയിൽ എന്റെ കയ്യിലായിട്ടുണ്ടാവും. കാരണം സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ പിന്നെ നിർത്തൂല. അപ്പൊ തൽക്കാലത്ത് ചെറിയൊരു ഗ്യാപ്പ്. ആ ഗ്യാപ്പ് വേറെ ഒന്നുമില്ല. സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ സിനിമ മേഖലയിലേക്ക് സാറ് വരുന്നതിന് മുന്നേ ആഡ് ഫിലിം എന്ന് പറഞ്ഞു. ശരിക്ക് നാട് കോട്ടയത്തടാ കോട്ടയത്ത് മണ്ണാർക്കാടാണ്. അപ്പൊ നാട്ടിൽ നിന്ന് ആർട്ട് ഫിലിം മേക്കർ ആയിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ആദ്യം ബാംഗ്ലൂർക്കാണ് പോയത്. ബാംഗ്ലൂരിലേക്കാണ് ആദ്യം VK പ്രകാശിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട്. VK ഞാൻ ആഡ് അസിസ്റ്റ് ചെയ്തു. അത് ശരി. ബ്രിട്ടാനിയ സിന്തോള് ബ്രിട്ടാനിയൊക്കെ വിക്കിയുടെ കൂടെ ബാംഗ്ലൂരിൽ പോയിട്ട് അവിടെ നിന്നായിരുന്നു തുടക്കം. 2 ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്നാണ് പിന്നെ നേരെ തിരിച്ച് ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഷോർട്ട് ഫിലിം ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. എറണാകുളത്ത് അല്ല, കോട്ടയത്ത് തന്നെ. അപ്പൊ ആ സമയത്ത് അവരുടെ ആ ഒരു വർക്കില് പങ്കെടുക്കാം. അപ്പൊ അതിനുമുമ്പ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കൂടെ സീനിയർ ഞാനാണ്. അപ്പം ഇവര് ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ സപ്പോർട്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വന്നാണ്. അങ്ങനെ വന്ന് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് തന്നെ എനിക്കൊരു അഡ്വർടൈസിങ് ഏജൻസിന്ന് ഒരു കോള് വന്നു. അപ്പൊ അവര് എന്നോട് ചോദിച്ചു, ഒരു ആഡിന്റെ എൻക്വയറി ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഓൾറെഡി അപ്പൊ ഞാൻ കോട്ടയത്തെ ആഡ് ഫിലിം മേക്കറായി മാറിക്കഴിഞ്ഞു. ആൾക്കാർക്ക് പലർക്കും അവിടെ ഇവിടെയൊക്കെ ന്യൂസ് ഒക്കെ പോയല്ലോ. ഞാൻ ബേസിക്കലി ആഡ് ഫിലിംസ് ബാംഗ്ലൂർ പോയിട്ട് ആഡ് ഫിലിംസിലൊക്കെ അസിസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ന്യൂസ് കിട്ടിയിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ വിളിച്ച് വെൽവർത്ത് PVC പൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൈപ്പ് ഉണ്ട്, ഒരു പൈപ്പ് ബ്രാൻഡ് ഉണ്ട്. അത് അന്ന് കൊച്ചി പ്രേമൻ അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സിനെ തന്നെ വെച്ചിട്ട് ചെയ്തത്. അതായിരുന്നു ഫസ്റ്റ് ആഡ് ഫിലിം. അങ്ങനെ ആദ്യത്തെ ആഡ് ഫിലിം ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ചെയ്തു. ചെറിയ പ്രായമുള്ളൊന്ന്, പക്ഷെ അന്ന് ചെയ്തു തുടങ്ങി. പിന്നെ നമ്മൾ ആ സമയത്ത് കൊച്ചിയിലെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ആകെ 5-6 ആഡ് ഫിലിം മേക്കേഴ്സേ ഉള്ളൂ. സീനിയർ ആയിട്ടുള്ള കുറച്ച് ആഡ് ഫിലിം മേക്കേഴ്സും ഞാനാണ് അതിൽ ഏറ്റവും ചെറിയ ആളും. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമുക്ക് എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ ആഡ് ഫിലിം മേക്കേഴ്സ്. അന്ന് മാക്സിമം പോയ ഒരു 10 നമ്പേഴ്സ്. സാറ് ആ ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന് മുന്നേ ഷോർട്ട് ഫിലിം സാർ ആ ഷോർട്ട് ഫിലിം ചെയ്യണ സമയത്ത് അത് ഏത് വർഷമായിരുന്നു ഓർമ്മ? ഞാൻ ആദ്യത്തെ എന്റെ ക്യാമ്പസിൽ നിന്നാണ്. ഞാൻ ഗ്രാജുവേഷൻ, എനിക്ക് ഫിലിം സ്റ്റഡീസ് ഉണ്ടായിരുന്നു. ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിരുന്നു ഗ്രാജുവേഷൻ ചെയ്തത്. കോട്ടയം CMS കോളേജിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഫിലിം സ്റ്റഡീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്നുള്ള രീതിയിൽ ആക്ച്വലി ഞങ്ങള് ക്യാമ്പസിൽ നിന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പൊ അന്ന് അത് ഭയങ്കര ന്യൂസ് ഒക്കെ ആയി. കാരണം ക്യാമ്പസിൽ നിന്നൊരു സ്റ്റുഡന്റ്
ചെയ്യുന്ന ഫസ്റ്റ് അത് കേരളത്തിൽ ഏത് വർഷമായിരുന്നു സാറേ? അത് 2000. 2000. അപ്പൊ സാർ ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, 2000 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാർ ഒന്ന് ആലോചിച്ച് നോക്കി, ക്യാമറ എന്താണെന്ന് പോലും ഇവിടുത്തെ ഇന്നത്തെ ആൾക്കാര് ഡിജിറ്റൽ ക്യാമറകളൊന്നും ഇല്ല. അതാണ് കാര്യം ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. ക്യാമറകളാണ്. അന്ന് ഈ പിള്ളേർക്ക് എന്താണെന്ന് പോലും അറിയില്ല. ഇന്നിപ്പോ കൊച്ചുകുട്ടികൾ വരെ ഷോർട്ട് ഫിലിം എടുത്തു. ഇപ്പൊ എന്റെ മോളുടെ കയ്യിൽ കൊടുത്താൽ മതി. അന്നൊരു ക്യാമറ അവൈലബിൾ ആണെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും അതെ. അന്നൊക്കെ ഭയങ്കര പരിമിതികളും ബുദ്ധിമുട്ടുകളും, ഒരു സംഗതി ഒരു പ്രൊജക്റ്റ് ആക്കി എടുക്കണമെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. റെന്റിന് എടുക്കണമെങ്കിൽ തന്നെ സാർ പറഞ്ഞ പോലെ നല്ല പൈസ. ഇന്നിപ്പോ ഈ ഒരു സോണിയുടെ ക്യാമറ ആണെങ്കിലും നമ്മുടെ ഇവിടെ വീട്ടിലുണ്ട്, എല്ലാവരുടെയും കയ്യിൽ ക്യാമറയുണ്ട്, ഫോൺ ഉണ്ട്. ഫോണിൽ നമുക്ക് സിനിമ ഷൂട്ട് ചെയ്യാവുന്ന 8Kയിലും 4Kയിലും ഷൂട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് വേറൊന്നുമല്ല, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്തായിരുന്നു? വീട്ടിൽ നിന്ന് അമ്മ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നഴ്സിംഗ് സൂപ്പർവൈസർ റിട്ടയർ ചെയ്തതാണ്. അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അപ്പം അമ്മ ഈ പറഞ്ഞത് എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നീ PG കഴിഞ്ഞിട്ട് എന്ത് തോന്നിയ അവസരമുള്ള പോയിക്കോളാം. അങ്ങനെയാണ് പറഞ്ഞത്. PG പൊയ്ക്കോ, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൊയ്ക്കോളൂ, പക്ഷെ നീ PG കഴിഞ്ഞിട്ട് എന്ത് തോന്നിയ അവസരമുള്ള പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ PG കംപ്ലീറ്റ് ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ സ്കൂൾ ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലായിരുന്നു, MG യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തന്നെ. സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലായിരുന്നു നമ്മൾ കൂടുതൽ സമയം, കാരണം സിനിമാക്കാരെല്ലാം അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. P. ബാലേന്ദ്ര മാഷ്, ബാലേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് ലെറ്റേഴ്സിലുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തന്നെ പഠിക്കാൻ രസമായിരുന്നില്ലേ ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത്? കാരണം ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മളുടെ സ്വപ്നങ്ങളിൽ കൂടെ കൊണ്ടുനടക്കുന്ന അതേ സമയത്ത് നമ്മൾ പല ക്യാമ്പസുകളിലും, ഞാൻ ഒരു ക്യാമ്പസിനെയും കുറ്റം പറയുന്നല്ല, പല ക്യാമ്പസുകളിലും നമ്മൾ പോകുന്നിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പഠനം കഴിഞ്ഞിട്ട് അവർ പഠിക്കുന്ന ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥാനം മോഹിച്ചുകൊണ്ടായിരിക്കാം, എന്നാലും അത് പഠനം കഴിഞ്ഞ് പിന്നെ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇത് പോവുക, അങ്ങനെയൊക്കെ പോകും. പക്ഷെ സിനിമ എന്ന് പറയുന്നത് സിനിമ എന്നല്ല, കല എന്ന് പറയുന്നത് മോഹിച്ചെടുക്കുന്ന കുറെ ആൾക്കാർ ഒരുമിച്ച് കൂടാന്ന് പറയുമ്പോ നിങ്ങൾ എത്ര കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും? ആണോ? ഉറപ്പായിട്ടും എത്ര കഥകൾ നിങ്ങൾ ഡിസ്കസ്, ചിലപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് വന്നപ്പോഴായിരിക്കും ആ സിനിമയുടെ ത്രെഡ് കൊള്ളട്ടെ. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ആ സിനിമയുടെ ത്രെഡ് കൊള്ളാം, ആ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ പാറ്റേൺ ആ ഒരു ത്രെഡ് അത് ഭയങ്കരമായിട്ട് നമുക്ക് അതൊന്നും കൂടി നമുക്കത് വേറൊരു രീതിയിൽ ചെയ്തുകൂടെ? എന്റെ മനസ്സിൽ തോന്നാറുണ്ട്, ആസ് എ റൈറ്റർ എന്ന നിലയിൽ എന്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമുണ്ട്. ആ ത്രെഡ് നമുക്കത് എന്തുകൊണ്ട് അങ്ങനെ പോയിക്കൂടായിരുന്നു, അവരെന്താ അങ്ങനെ ചിന്തിക്കാണ്ടിരുന്നത് എന്ന് നമ്മൾ ഒരു ചെസ് കളി പുറത്തുനിന്ന് കാണുന്ന പോലെ ഇരിക്കാം ഒരു പക്ഷെ. പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് അത് ആ ഒരു ഇത് നീക്കിയാലാണ് അങ്ങനെ എന്ന് തോന്നുന്ന ഒരു ഇതായിരിക്കും. ഞാൻ പല സിനിമകൾ കാണുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം അത് കൊള്ളാട്ടാ, പക്ഷെ അതിൽ നിന്ന് കഥകളും ഉണ്ടായിട്ടുണ്ട്. അത് ആ പാറ്റേണോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയോ അല്ലാണ്ട് കഥ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു കഥയുടെ ത്രെഡ് കിട്ടിയത് തന്നെ ഞാനും ഇദ്ദേഹം കൂടി ഇവിടെ കിടന്ന് ഞങ്ങൾ തലപുഞ്ഞ് ആലോചിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിൽ 4 ഡയറക്ടർമാർ ചേർന്ന് ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാൻ ഇട്ടു. അതിൽ 3 പേർക്കും സ്റ്റോറിയായി. അതിന്റെ ക്ലൈമാക്സിലെ സ്റ്റോറി ഞങ്ങൾക്കാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് മാത്രം സ്റ്റോറി ഇല്ല. ആന്തോളജി ടൈപ്പില് ഞങ്ങൾക്ക് മാത്രം സ്റ്റോറി ഇല്ല. അന്ന് ഇന്നത്തെ പ്രശസ്തനായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മിസ്റ്റർ വികാസ് വിക്കേസ്, ആ പേര് ഞാനിപ്പോൾ പരാമർശിക്കുന്നു, വികാസ് വിക്കേസ് ആണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അഡ്വാൻസ് കൈമാറി. അതിന്റെ ഫോട്ടോ സഹിതം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് എറണാകുളം വന്ന്, എനിക്ക് ഓർമ്മയുണ്ടാന്ന് എനിക്കറിയില്ല, ഫെഡറൽ ബാങ്ക് നമ്മുടെ MG റോഡിൽ നിന്ന് ഫെഡറൽ ബാങ്ക് ഉണ്ട്, ആ ഫെഡറൽ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് പുള്ളി അഡ്വാൻസ് തരുന്നത്. വികാസ് വിക്കേസ് അന്ന് ബിസിനസ് ആയിരുന്നു, ഇന്ന് പുള്ളി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സുരേഷ് ഗോപി സാറിന്റെ മകളുടെയൊക്കെ പുള്ളിയാണ് ചെയ്തത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പുള്ളി തരുകയും ചെയ്തു. അപ്പൊ പ്രൊഡ്യൂസറും ആയി. സ്റ്റോറി ഇല്ല, രസകരമായിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഒരു സിനിമ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്നാണ് ഒരു ചെറിയൊരു സംഭവം ഞാൻ ഒന്നും മുന്നിൽ അകത്ത് കയറി ഒരു 1 ലൈൻ ആയുധനം ഉണ്ടാക്കി പുള്ളിക്കാരനെ വിളിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ഇതേവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന സംഭവം ഉണ്ട്, ഒന്ന് കേൾക്കാൻ പറ്റുന്നു. അങ്ങനെയാണ് കഥ. അത് സാറ് പറഞ്ഞ പോലെ നടന്നില്ല. അത് വേറെ കുറച്ച് ഇന്റേണൽ ഇഷ്യൂസ് വന്നിട്ട് ഞങ്ങളൊന്ന് വായിക്കാൻ നോക്കിയതായിരുന്നു. അതിന്റെ മറ്റുള്ള ഡയറക്ടർമാര് ഞങ്ങളൊന്ന് വായിക്കാൻ നോക്കി എന്ന് പറഞ്ഞാല് ക്യാമറ എല്ലാം ഞങ്ങൾ എടുക്കണം. ഏറ്റവും കൂടുതൽ ഷൂട്ട് ഉണ്ടായത് ഞങ്ങൾക്കായിരുന്നു. അപ്പൊ അവര് അതൊരു ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ അവർ സംസാരം അങ്ങനെയൊക്കെ ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് കുറെ ചെയ്തു. അപ്പൊ ഫാമിലി അമ്മ ഇല്ല, ആരുമില്ല. ഞാനിപ്പം ഒറ്റയ്ക്കാണുള്ളത്. അച്ഛനമ്മയൊക്കെ മരിച്ചുപോയി, നീറ്റുമാരായിരുന്നു. അപ്പൊ അവര് പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തു മാറി. ഇപ്പൊ ഞാൻ മാത്രമേ കൊച്ചിയിലുള്ളൂ. അപ്പൊ അമ്മ മരണപ്പെടുന്നതിന് മുന്നേ ഒരു സിനിമ
ചെയ്യാൻ ഇല്ല, പറ്റിയില്ല. പറ്റിയില്ലല്ലേ? അതൊരു അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലൂണാർ, മൈസൂർ സാൻഡൽ സോപ്പ്, അങ്ങനെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ, പ്രോപ്പർട്ടീസിന്റെ പരസ്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. പിന്നെ ഇപ്പം മൈസൂർ സാൻഡൽ സോപ്പിന്റെ ആഡ് ആണെങ്കിലും പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന രതീഷ് അമ്പാട് പ്രൊഡക്ഷൻസ് ആണ്. ഓ അത് ശരിയാ. അതെ അതെ അതെ. അപ്പൊ അത് ഇപ്പം രതീഷ് ചേട്ടൻ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് 4 ഡയറക്ടേഴ്സിന്റെ പ്രൊഫൈലായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. എന്ന് വെച്ചാൽ എന്റെ ഉൾപ്പെടെ 4 ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിങ് രതീഷ് ചേട്ടൻ. പക്ഷെ അന്ന് അവര് ക്ലയന്റ് അപ്രൂവ് ചെയ്തത് എന്റെ പ്രൊഫൈലാണ്. ഓ അത് ശരിയാ. അങ്ങനെയാണ് കോർപ്പറേറ്റ് കമ്പനീസിലെല്ലാം അങ്ങനെയായിരിക്കും. ഓരോരുത്തരുടെ ഷോറിയിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെയായിരുന്നു അത്. അല്ല, എന്ന് പറഞ്ഞ പോലെ മനസ്സിലായി. നമുക്ക് അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ സിനിമ കാണാൻ പറ്റിയില്ല, അതിന് മുമ്പ് അമ്മ മരിച്ചു. ഓക്കെ, ശരി. അപ്പൊ അത് ഞാനത് ജസ്റ്റ് ചോദിച്ചു. കാരണം നമ്മള് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നല്ലേ ദിലീപേട്ട, കഴിഞ്ഞ തവണത്തെ ഷൂട്ടല്ല, അതിന് മുമ്പത്തെ ഷൂട്ടിന് എന്റെ മദർ ഈ റൂമിലുണ്ട്. പുള്ളിക്കാരത്തിരി വയ്യാണ്ടിരിക്കുന്നതാണ്. അപ്പൊ പുള്ളിക്കാരി ഇടയ്ക്ക് ഒന്ന് ഡോർ തുറക്കുമ്പോ തന്നെ ഡോർ അടിച്ചോട്ടാ. കാരണം വെച്ചാൽ നമ്മള് എന്താ പറയാ, പക്ഷെ അവർക്കൊരു നമ്മളൊരു പ്രൊജക്ട് കാണണമെന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പം എന്റെ മനസ്സിൽ അവർക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. എനിവേ, അപ്പൊ നമുക്ക് സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരാം. കോട്ടയത്ത് ഇപ്പൊ ആരാ ഉള്ളത്? അതിന് മുമ്പ് ഒരു ചോദ്യം. കോട്ടയത്ത് ആരും ഇല്ല. കോട്ടയത്തെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇപ്പൊ ഇവിടെ എറണാകുളത്ത് താമസം? ഞാനിപ്പോ ഇവിടെ താമസിക്കുന്നത് ഇവിടെ കലൂരാണ് താമസം. അടുത്ത പ്രൊജക്ട് ഒരു വെബ് സീരീസ് ആണ് ഇപ്പൊ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഫൈനൽ ടൈംസ് ഇങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടിട്ടാണോ? അത് മേ ബി ആയിരിക്കാം. ഓപ്പൺ ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. വേണ്ട പേഴ്സണലി പറയാം, ഓഫ് ദി ക്യാമറ പറയാം. അതങ്ങനെ ഇരിക്കട്ടെ. അല്ല, ഇപ്പം ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. മലയാളത്തിൽ തന്നെ മറ്റൊരു ഡയറക്ടറാണ് അതിന്റെ പ്രൊഡ്യൂസർ. ഓ അത് ശരി. ഷോ റണ്ണർ, വെബ് സീരീസിന്റെ ഷോ റണ്ണർ. പക്ഷെ അത് ഒരു ക്വാളിറ്റിയുള്ള, ഇപ്പൊ ഹിന്ദിയിലേക്ക് അത്യാവശ്യം ഹിറ്റായിട്ട് പോയിട്ടുള്ള ഈ ഷോസിന്റെ ഒരു പാറ്റേണിൽ മലയാളത്തിൽ ഫസ്റ്റ് ടൈം വരുന്ന ഒരു പരിപാടിയാണ്. മലയാളത്തിൽ ത്രില്ലേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, പല ടൈപ്പ് സാധനങ്ങൾ ഇപ്പം ഓൾറെഡി വന്നു. പക്ഷെ ഇത് ഇപ്പം വർക്ക് ചെയ്യുന്ന ഭയങ്കര മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പറയുന്ന ടൈപ്പ് ഓഫ് അത്ര ഒരു ജോണറാണ്. കുറച്ച് കോമഡിയും കാര്യങ്ങളും എല്ലാം ഹ്യൂമറാണ്, ബേസിക്കലി ഹ്യൂമറാണ്. പക്ഷെ അതോടൊപ്പം ഈ നമ്മൾ നിസ്സാരമെന്ന് കരുതുകയും പക്ഷെ ദൈനംദിന ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാലചന്ദ്ര മേനോൻ സാറ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ അത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തോ കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം സിനിമകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇതേപോലെ അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ എല്ലാം ഇങ്ങനത്തെ. പിന്നെ ക്യാരക്ടർ ഡ്രോൺ ആണ് സിനിമകളിലുള്ള. ഈ പറഞ്ഞാല് ഇപ്പം കുറുപ്പിന്റെ കണക്ക് പുസ്തകം, എല്ലാത്തിനും കണക്ക് സൂക്ഷിക്കുന്ന കുറുപ്പ്, അതൊരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സാധനമാണ്. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇതിനകത്തും അങ്ങനത്തെ ഒരു കഥാപാത്രം, കൈമൾജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്തെ മെയിൻ ലീഡ് റോൾ ചെയ്യുന്നത്. അല്ല, കൈമൾജി പറഞ്ഞാല് പുള്ളിയുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും അതിനകത്ത് പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് രണ്ട് ഓപ്ഷൻ സാറിന്റെ മുന്നിൽ ഉണ്ട്. ഇപ്പോ വില്ലനായിട്ട് സാറിന്റെ മുന്നിൽ തന്നെ ഇരിക്കുന്ന ബാബു സാറുണ്ട്. കിണറിൽ ചാടുന്ന വല്ല സീൻ ഉണ്ടെങ്കിലും ദിലീപ് ഞങ്ങൾ രണ്ടുപേരും തയ്യാറുണ്ട്. അപ്പോ അതാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. അതാണ് ഇപ്പം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്ട്. ആക്ച്വലി ഫീച്ചർ ഫിലിം, 2 ഫീച്ചർ ഫിലിം ഞാൻ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് നന്നായിട്ട് പറയണം. കാരണം കുറച്ചുകൂടെ ആക്ടേഴ്സ് ഓറിയന്റഡ് സിനിമകളാണത്. ആക്ടേഴ്സ് നീഡഡ് സിനിമകളാണ്. നമുക്ക് വെറുതെ ചെയ്തെടുക്കാവുന്ന ഒരു സിനിമയല്ല, കുറച്ചുകൂടെ സ്കെയിൽ അപ്പ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പൊ അത് സംഭവിക്കണമെങ്കിൽ അതിന്റെ രീതിക്ക് തന്നെ സംഭവിച്ചിട്ടേ കാര്യമുള്ളൂ. നമുക്ക് വെറുതെ അല്ലാതെ സംഭവിപ്പിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ട് വെറുതെ കാര്യമില്ല. കറക്റ്റ്. 2013 സാറ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു അല്ലേ? അതിനുമുമ്പ് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു. അത് വിട്, നമ്മൾ ഒഫീഷ്യലി സിനിമ മേഖലയിലേക്ക് സാറ് വരുന്നത് 2013. 2026 സാറിന്റെ ആ ഒരു 13 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സാറിന് മലയാള സിനിമയിൽ ഉള്ളത്. എന്ത് സാറിന് ആ ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സാറിന്റെ മനസ്സിൽ തോന്നുന്നത്? തന്റെ കടന്നുവരവ്
തന്നിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ബാക്കിയൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ കഴിവ് പലർക്കും വേരിയേഷൻസ്, പലർക്കും വേരിഡ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവായിരിക്കും. അതുപോലെ ഗുഡ് ലുക്കിംഗ്, അതും പലർക്കും വേരിഡ് ആയിരിക്കും. ഇതിലൊക്കെ അപ്പുറത്ത് ഒരു യഥാർത്ഥ കലാകാരൻ, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വേണ്ടതെന്ന് പറഞ്ഞാൽ പെർസീവറൻസ് ആണ്. നിരന്തരമായ പരിശ്രമം. വെറും പരിശ്രമം പോരാ, പരിശ്രമം എന്ന് പറഞ്ഞാൽ അത് നിരന്തരമായി കണ്ടിന്യൂറ്റി അതിനുണ്ടായിരിക്കണം. നമ്മൾ ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് തുടർച്ച ഉണ്ടാവണം. ഈ തുടർച്ച ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആയിത്തീരാൻ പറ്റുന്നുള്ളത് എൻ്റെ ലൈഫിൽ എനിക്ക് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ പരസ്യക്കാരന് സിനിമ ചെയ്യാൻ അറിയാമോ എന്ന ചോദ്യത്തിൽ നിന്ന് എന്ത് ചെയ്യും ഞാൻ എന്ന് പകച്ചു നിന്നിടത്ത് ഇന്ന് ഞാൻ 3 സിനിമ റിലീസ് ചെയ്തു തിയേറ്ററിൽ. തീർച്ചയായിട്ടും അതെ. 250 പരസ്യത്തിൽ കൂടുതൽ ഞാൻ അത് ഡയറക്റ്റ് ചെയ്തു. ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് തരത്തിൽ ഉള്ള ഇൻഡസ്ട്രി കണക്ഷൻസും ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എൻ്റെ ഏണിംഗ് ആണ്, എൻ്റെ അസറ്റുകളാണ്. അപ്പൊ ആ അസറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിക്കുകയും കൂടി ചെയ്തുകൊണ്ടാണ്. ഉറപ്പായിട്ടും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നേക്കുന്നതാണ്. പക്ഷെ അനുഗ്രഹം എങ്ങനെ കിട്ടി? അനുഗ്രഹം നമ്മളുടെ ശ്രമം കണ്ടിട്ട് കിട്ടുന്നതാണല്ലോ. നമ്മളുടെ ആ തുടർച്ചയായിട്ടുള്ള ആ ഒരു പരിശ്രമം കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എത്തുന്ന ഒരു ഗിഫ്റ്റാണ്. അതാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ബട്ടർഫ്ലൈ ഗേൾ റിലീസ് ചെയ്ത ഫസ്റ്റ് ഡേ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എൻ്റെ 3ാമത്തെ സിനിമ ഐ ഗേവ് ബർത്ത് ടു മൈ തേർഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. 3ാമത്തെ സിനിമയും ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സിനിമ ഉണ്ടാക്കാം, നമുക്ക് സിനിമ ക്രിയേറ്റ് ചെയ്യാം. അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഞാൻ കാണുന്നൊന്നുമില്ല. പക്ഷെ സിനിമ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. സത്യം. സിനിമ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഈസി അല്ല, അത് ചെറിയ കാര്യമല്ല. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനകത്ത് റിഗ്രറ്റ് വരില്ല. കാരണം എൻ്റെ 3 സിനിമയും തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഭയങ്കര കോൺഫിഡൻസിൽ പറയാം. അത് നമ്മളെ സംബന്ധിച്ച് ഒരു ഗിഫ്റ്റ്, ദൈവാനുഗ്രഹം തന്നെയാണ്. കാരണം ഇന്നും മലയാള സിനിമയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, ഫോർ എക്സാമ്പിൾ ഞാൻ ആളുടെ പേര് പറയുന്നില്ല, പക്ഷെ അദ്ദേഹം വർക്ക് ചെയ്തൊരു ഡയറക്ടർ, പ്രിയൻ സാറിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത വ്യക്തി വരെയും ഒരു സിനിമ ചെയ്തിട്ട് അദ്ദേഹം വർഷങ്ങളായി, 26 വർഷം എന്തോ ആയെന്ന് തോന്നുന്നു, 26-20 വർഷം എന്തായി പുള്ളി ഒരു സിനിമ, അതും വളരെ പ്രധാനപ്പെട്ട ഒരു നടനെ വെച്ചിട്ട് ചെയ്ത ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹം ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നതാണ്. അതാണ് മനുഷ്യരതാണല്ലോ. സിനിമയിൽ വന്നവർ, സിനിമ സാമ്പാറിന്റെ രുചി അറിഞ്ഞവർ സിനിമ വിട്ടു പോവില്ലെന്നാ പറയാറ്. ഇനിയിപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ സാറിന് 3 സിനിമ തിയേറ്ററിൽ വന്നു. അതെ. ഇപ്പോഴും ഷൂട്ട് കഴിഞ്ഞിട്ട് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റാത്ത എത്ര സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോ സാറ് ഭാഗ്യവാൻ. ഭയങ്കര ഒരു നന്ദി പറയേണ്ടത് നമ്മുടെ ദൈവമായിട്ടുള്ള അമ്മേനോടും അച്ഛനോടും തന്നെ ഇരിക്കും. അവരുടെ ബ്ലെസ്സിങ് ആണ്. നമ്മളെപ്പോഴും എന്ത് പ്രശ്നം പറ്റിയാലും നമ്മൾ ആദ്യം നമ്മളുടെ പിതൃക്കന്മാരെ തന്നെയാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അവരുടെ ഒരു ബ്ലെസ്സിങ് ഉണ്ട് എപ്പോഴും. എന്തായാലും എനിക്ക് തോന്നുന്നു 2026 വർഷം കഴിഞ്ഞ് 2027 സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രശാന്ത് മുരളി എന്ന് പറയുന്നൊരു പേര് മലയാള സിനിമയിൽ വളരെയേറെ മുകളിലേക്ക് ഒരു ചെയർ നിങ്ങൾ സ്ഥാപിക്കുന്നൊരു സാറിന്റെ സംസാരത്തിൽ നിന്ന് എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഒരു വെബ് സീരീസ് വരുന്നു, അതുകൂടാണ്ട് 2 സിനിമകൾ ഈ വർഷം തന്നെ ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ്. ഈ വർഷം നടക്കുമെന്ന് അറിയില്ല, ഒരു സിനിമ എന്തായാലും ചെയ്തിരിക്കും. അതാണ് ഞാൻ നേരത്തെ നമ്മുടെ ദിലീപേട്ടൻ പറഞ്ഞ കാര്യം. എന്ത് പറഞ്ഞാലും എല്ലാ എപ്പിസോഡിലും പറയുന്നത് സേനു ചാവക്കാടിന്റെ ഒരു പേര് പറയും. സേനു ചാവക്കാടിന്റെ പേര് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ ഡിസംബറിൽ അനൗൺസ് ചെയ്യും സിനിമ. ഒരു സിനിമ ഈ ഡിസംബറിൽ അനൗൺസ് ചെയ്തു, ഇപ്പൊ ഈ കഴിഞ്ഞ ഡിസംബറിൽ അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും എല്ലാം ചെയ്തിട്ടും അടുത്ത സിനിമയുടെ കഴിഞ്ഞ സിനിമയുടെ ട്രെയിലർ റിലീസും പുതിയ സിനിമ അന്ന് അനൗൺസ് ചെയ്യുന്ന പുതിയ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിങ് ആയിരുന്നു, അതിന്റെ പോസ്റ്ററും ലോഞ്ചിങ് ആയിരുന്നു. അത് കഴിഞ്ഞ 6-7 വർഷമായിട്ട് പുള്ളി ഇങ്ങനെ എല്ലാ ഡിസംബറിലും എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് ഈ ഡിസംബർ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ പേര് 2027 ഒരു ചെയർ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസമുണ്ട്. കൂടെ അടുത്ത് തന്നെ എനിക്കൊരു ചെയർ വെച്ചേക്ക്, ഞാനും കൂടി വന്നിരിക്കാം. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. പിന്നെ എല്ലാ ഡയറക്ടർമാർക്കും ഒരു സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെയും ഒരു ഡ്രീമാണ് മമ്മൂക്ക
മമ്മൂക്കാനെ വെച്ചിട്ടൊരു സബ്ജക്റ്റ് ചെയ്യണമെന്നുള്ളത്, ലാലേട്ടനെ വെച്ചിട്ട്. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഏതൊരു നടന്റെയും ഫേസ് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളൂ. അങ്ങനെ ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണോ, ചോദ്യം അല്ലാട്ട, ആണോ പുതിയ 2 സിനിമകൾ എന്ന് പറഞ്ഞു? അല്ല, പറഞ്ഞോളെ, എന്തായാലും ഈ സബ്ജക്റ്റുകൾ അവരെ വെച്ചിട്ടല്ല. അല്ല, അവരെ വെച്ച് ചെയ്യാന്നുള്ളത് ഏത് സംവിധായകന്റെയും മോഹിപ്പിക്കുന്ന നടന്മാരാണല്ലോ അവരെ വെച്ച്. രണ്ടുപേരും നടന വിസ്മയങ്ങൾ പക്ഷെ തന്നെ. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സബ്ജക്റ്റുകൾ ആലോചിച്ചതിലും അവർക്ക് എക്സാക്ട്ലി ഫിറ്റിന് ആവുന്ന തരം കഥാപാത്രങ്ങളെ എനിക്ക് കണ്ടെത്താൻ പറ്റി. അവർക്ക് ഇഷ്ടപ്പെടും ആ കഥാപാത്രങ്ങൾ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രങ്ങൾ. പക്ഷെ എന്റെ മനസ്സിൽ അവർക്ക് അതിലും മികച്ച കഥാപാത്രങ്ങളുമായിട്ട് വേണം അവരെ അപ്രോച്ച് ചെയ്യാൻ എന്നാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. മനസ്സിലായി. അപ്പൊ അതിനകത്ത് ഇപ്പം ആക്ച്വലി മമ്മൂട്ടി ഇപ്പം മമ്മൂക്ക സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തരം ഒരു കഥാപാത്രം അല്ല ഉണ്ട്. അവരുടെ ഇൻ ഹൗസിൽ നിന്ന് തന്നെ എനിക്ക് റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥാപാത്രം പുള്ളിക്ക് ഇപ്പൊ ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷെ ഈ പറയുന്ന പോലെ എനിക്കറിയില്ല അത് എങ്ങനെയാണ് സംഭവിക്കുക എന്നൊന്നും. എന്റെ മനസ്സിൽ അതിലും വേറെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഓറ ആണ് എന്റെ മനസ്സിൽ പുള്ളിക്കുള്ളത്. അപ്പൊ അത് അങ്ങനെ ആവണം, അത് പ്രസന്റബിൾ ആക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്ന. എന്തായാലും ഇപ്പൊ ഈ 2 സബ്ജക്റ്റുകൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇവര് രണ്ടുപേരെ ബിഗ് എംസിനെ വെച്ചിട്ടല്ല. അല്ല, അതൊരു നമ്മള് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇനി ചെയ്യാൻ ക്യാരക്ടേഴ്സ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് അവർ ചെയ്യുക? അവർ തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി എന്ത് ചെയ്യാൻ സാധിക്കും. മമ്മൂക്കാന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ, ഞാനും അറിഞ്ഞിടത്തോളം കാര്യം, എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു കഥ എഴുതാൻ സാധിച്ചു. അങ്ങനെ അൽത്താഫ് റഹ്മാൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, ആ പേര് ഞാൻ പരാമർശിക്കുന്നു, അൽത്താഫ് റഹ്മാൻ എന്ന് പറഞ്ഞ ഡയറക്ടറായിട്ട് മമ്മൂക്കാനെ കാണാൻ വേണ്ടി പുഴയുടെ ലൊക്കേഷനിൽ പോയി. സാറ് പറഞ്ഞ പോലെ ആ സമയത്ത് കോവിഡ് സെക്കൻഡ് വേവ് ടൈമിലാണ് ഞങ്ങൾ പോയത്. അപ്പോ അദ്ദേഹത്തിനെ നേരിട്ട് ഫ്രണ്ടിൽ കൂടി പുള്ളി ക്യാരവണിൽ ഇറങ്ങി ലൊക്കേഷനിലേക്ക് ഒരു കാക്കനാട് തന്നെ ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ടായിരുന്നു പുഴയുടെ ലൊക്കേഷൻ. അപ്പൊ കഥയെല്ലാം ജോർജ് ചേട്ടനോട് സംസാരിച്ചത്. പക്ഷെ പുള്ളീൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. ജോർജ് ചേട്ടന് കഥ ഇഷ്ടമായി, പക്ഷെ ഞങ്ങളുടെ ഒരു ഭാഗ്യം ആയിട്ടുണ്ടാവൂല, അല്ലെ സമയമായിട്ടുണ്ടാവൂല എന്ന് വിശ്വസിക്കുന്നു. വേറൊന്നുമല്ല, ആ സമയത്ത് 3 മാസം മൂവി മമ്മൂക്ക കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഭീഷ്മ പർവം, പിന്നെ വേറെ 2 മൂവിയും കൂടി ഉണ്ട്, റോഷോക്ക്, അങ്ങനെ അത് വേറൊരു മൂവി ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരു 15 ദിവസത്തെ ഷൂട്ട് ലിജോ പല്ലിശ്ശേരി സാറിന് കൊടുത്തേക്കുന്നത്, നന്മകൾ നേരത്തെ മയക്കം. അതും ആ സമയത്ത് ഷൂട്ടൊന്നും ആയിട്ടില്ല, അതിന് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജോർജ് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു കേസുണ്ട്, സോ നമുക്ക് എന്തായാലും ഇപ്പൊ ചെയ്യൂല, മാസം ആയതുകൊണ്ടിട്ട് 3 മാസം നിൽക്കണേന്ന്. ഇത് അതിനുള്ളിൽ കയറിയിട്ടുണ്ട്. എന്തായാലും സ്റ്റോറി കുഴപ്പമില്ല. അൽത്താഫ് റഹ്മാൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് കേട്ടുകൊണ്ടിരുന്ന പുഴയുടെ പ്രൊഡ്യൂസർമാര് അവര് അൽത്താഫിനെ വിളിച്ചു, അൽത്താഫെ വേറെ പ്രൊഡ്യൂസറിനെ നോക്കണ്ട, ഇത് ഞങ്ങൾ ചെയ്തോളൂ. അവരും ഉണ്ടായിരുന്നു കഥ പറയുന്ന സമയത്ത്. പക്ഷെ നടന്നില്ല. മമ്മൂക്കാന്റെ സബ്ജക്റ്റ് ആയിരുന്നു. ഇനി അത് മമ്മൂക്കോട്ട് ചെയ്യാനും ചാൻസ് കുറവാണ്, കാരണം അതൊരു ഡോൺ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി ഇപ്പൊ പുള്ളി വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഓടിയെടുക്കണേ. അപ്പൊ ആ ഒരു ഭാഗ്യം സാറിന് എന്തായാലും കിട്ടട്ടെ. 2 പ്രൊജക്ട് ഇപ്പൊ പുതിയത് പ്ലാൻ ചെയ്തേക്കുന്നു. നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഒരു മനസ്സിൽ പെട്ടെന്നൊരു ത്രെഡോ അങ്ങനെ വല്ലതും കയറി വന്നിട്ടുണ്ടോ? സബ്ജക്റ്റുകളുണ്ട്. നമ്മളിപ്പം ത്രെഡുകളോ അല്ലെങ്കിൽ സബ്ജക്റ്റുകളോ ഒക്കെ നോക്കുവാണെങ്കിൽ ഞാൻ തന്നെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. പറഞ്ഞാൽ നമുക്ക് വർക്കബിൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 20-ഓളം ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റുകളുണ്ട്. മാത്രമായിട്ട് അതിന്റെ ഒരു ഐഡിയ മാത്രമായിട്ട് പിന്നെയും ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ഒരു 10ഓളം സാധനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ വർക്കബിൾ ആണ്, അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു കഥയല്ല. ഒരു എന്തെങ്കിലും അതിൽ കൂടെ എന്തെങ്കിലും സൗണ്ട്സ് ഡിഫറെന്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ ഉണ്ട്. നമ്മളുടെ കയ്യിൽ സ്റ്റോറി ബാങ്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പുതിയ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മളുടെ കഥയായിട്ട് അതിനെ ലിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ നോക്കും. ഇപ്പം ഞാനിപ്പോ ഇപ്പം പ്ലാൻ ചെയ്ത് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് റിയൽ ലൈഫ് ഇൻസിഡന്റ്. അത് ഓൾറെഡി നടന്ന ഒരു സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിന് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു എന്റെ ഇത്. മറ്റേത് ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ല. അപ്പൊ അതിനെ തന്നെ കുറച്ചുകൂടെ അതിന്റെ ഒരു സിനിമാറ്റിക് വെർഷനിൽ ഒരു നിയമ പ്രശ്നമാണ്. അപ്പൊ ആ നിയമ പ്രശ്നം ഒരു നിയമം ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള നമ്മളുടെ ഒരു കൺവിക്ഷനാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു
ആംഗിൾ ഉണ്ടല്ലോ. അപ്പൊ അതിൽ കൂടെ സഞ്ചരിച്ചപ്പോഴാണ് ആ സബ്ജക്ട് വർക്കായത്. അപ്പൊ അതിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലെ, നമുക്ക് സബ്ജക്റ്റുകളുണ്ട്, പക്ഷേ അതേപോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും ഡയറക്ടർമാർക്ക് ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ട്? ഒരു 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 പർട്ടിക്കുലർ ഒരു സാധനം ഭയങ്കര ഡ്രീമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കണം, അത് എനിക്ക് ചെയ്യണം? ഇല്ല, തുറന്നു പറഞ്ഞ ഇല്ല. നമുക്കെല്ലാം ഒരേ തോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. എനിക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാത്തരം ജോണറിലും ഉള്ള സിനിമകൾ ചെയ്യണം. അതിൽ ഹൊറർ എനിക്ക് ചെയ്യാനായിട്ട് എനിക്കറിയില്ല, ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. പക്ഷെ ബാക്കി ജോണർ എല്ലാം എനിക്കിഷ്ടമാണ്. അപ്പം ത്രില്ലർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ്. അതുപോലെ റോംകോം, റൊമാൻസ്. അല്ല, എനിക്ക് റൊമാൻസ് അല്ല, എനിക്ക് ത്രില്ലർ എന്റെ ഒരു ജോണറാണത്. ക്രൈം, ഇൻവെസ്റ്റിഗേഷൻ, ആക്ഷൻ, ഇതെല്ലാം നമുക്ക് താല്പര്യമുള്ള, മ്യൂസിക്കൽ, ഇതെല്ലാം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജോണറുകളാണ്. ഫൺ, പക്ക ഹ്യൂമർ സാധനം, ഇതെല്ലാം ഇഷ്ടമുള്ള ജോണറാണ്. പക്ഷെ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്ത് മൾട്ടിപ്പിൾ ജോണർ ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു നല്ലൊരു കാര്യമില്ല. മൾട്ടിപ്പിൾ ജോണർ നമുക്ക്, കാരണം ആത്യന്തികമായി ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അതെ അതെ. അപ്പം ഒരു ഡ്രീം പ്രൊജക്റ്റ് അല്ല. അതിനിപ്പം ഉണ്ടായി വരുമെന്നൊന്നും എനിക്കറിയില്ല. മേ ബി കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കിനും നമ്മളുടെ മനസ്സിലൊരു പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടായെന്നൊക്കെ വരാം അങ്ങനെ. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ അങ്ങനൊന്നുമല്ല. ഇപ്പൊ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകളുണ്ട്. നമുക്കത് വർക്കാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പൊ കൂടുതൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് സാറിന് നേരിട്ട് ഇതിന് മുന്നേ കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. സാറിന് സിനിമ റിലീസായ അന്ന് സാറ് വനിതാ തിയേറ്ററിലുണ്ടായിരുന്നു. അന്ന് സാർ അവിടെ ഉണ്ടെന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു. അവര് സിനിമക്ക് കയറാൻ വേണ്ടി വന്നേന്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാനും ഇദ്ദേഹം വനിതയുടെ ഫ്രണ്ടിൽ കാറിൽ ഇരിക്കണേ. ഫ്രണ്ട് എന്ന് വെച്ചാൽ പാർക്കിങ്ങിലല്ല, അതിന്റെ പുറത്ത് ഒരു അവര് 2 ഗേറ്റിന് നടുവിലായിട്ടൊരു സ്പോട്ട് ഉണ്ട്. ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അദ്ദേഹം ഒരു അസോസിയേറ്റ് ക്യാമറമാനാണ്, ഡയറക്ടർ അല്ലേ, ക്യാമറമാനാണ്. അതെ, പുള്ളി ക്യാമറമാനാണ്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് നജീബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും വൈഫും തൊട്ട് പുറകിൽ ഷോപ്പിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ഇവരെ കാണാൻ വേണ്ടി വന്നേക്കുന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ബട്ടർഫ്ലൈ ഗേൾസ് കാണാനായിട്ട് വരുന്നൊരു 3 പേര് ഞങ്ങളുടെ കാറിനടുത്ത് ഞാൻ വിളിച്ചു. ഞാൻ ഗ്ലാസ് കൊടുത്തിട്ട് വിളിച്ച്, ഇങ്ങനെ തള്ളു പറഞ്ഞ് പോണേ എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി നിങ്ങളായിരുന്നോ? അതിന് പുള്ളിയുടെ കൂടെ ഉള്ളവരെയൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ട് ഞങ്ങളിതേ ബട്ടർഫ്ലൈ ഗേൾസ് കാണാൻ പോണേണ്, പ്രശാന്ത് മുരളി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടാ. ഈ സെയിം സമയത്താണ് നജീബും വൈഫും വിളിക്കുന്നത്. ഞങ്ങളിത് പുറയില് ഹോട്ടൽ, അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്നുണ്ട്. നിതിൻ ഇപ്പൊ വരും, ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. മനസ്സിലാവണ്ട. പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങളും നമുക്ക് ഒരുമിച്ച് കയറാന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര മീറ്റിംഗ് വന്നേക്കെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഏകദേശം ഒരു മണിക്കൂറുള്ള ഞങ്ങൾ ഹോട്ടലിരുന്നു. ഒരു സ്റ്റോറി ഡിസ്കഷൻ ആയിരുന്നു ക്യാമറമാനായിട്ട്. അപ്പൊ അത് സംസാരിച്ച് കഴിഞ്ഞ് നിങ്ങളൊക്കെ തിയേറ്ററിലേക്ക് അറേഞ്ച് ചെയ്ത് അന്ന് ഫ്രണ്ടിലുണ്ട്. ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാനോ അല്ലെങ്കിൽ ആ മൂവിക്ക് അന്ന് കയറാനോ പറ്റിയില്ല. പിന്നെ അതിനുശേഷം അയാളുടെ കെയർ ഓഫിലാണ് ഞങ്ങൾ തൃശ്ശൂർ പോയെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളിയുടെ കെയർ ഓഫിലാണ് ഞങ്ങൾ പോയത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിലും കാണാൻ സാധിച്ചതിലും അടുത്ത സിനിമയിലൊരു അവസരം. അപ്പൊ എന്തായാലും വളരെ സന്തോഷം സാറ്. പിന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് സ്റ്റുഡിയോ ആണ്. അതില് സാറ് വന്ന്, കാരണം സാറിനെ പോലുള്ള ഒരാളെന്നെ കുറിച്ചിട്ട് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ഗസ്റ്റുകളും ഒരേപോലെ ആണെങ്കിൽ പോലും ചില ആളുകൾ വരുമ്പോ നമ്മളെക്കാൾ കുറച്ചും കൂടി, അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ കാരണം ബേസിക്കലി ആ ഒരു സാറ് എനിക്ക് വലിയൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളല്ല, നിങ്ങൾ ചെറുപ്പക്കാരനാണ്. പക്ഷെ നിങ്ങളുടെ സംസാരം എന്ന് വെച്ചാൽ ഭയങ്കര ഏജ് ആയിട്ടൊരാളെ സംസാരിക്കും. എനിക്ക് എത്ര ഏജ് തോന്നുന്നുണ്ട്? നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ട്? എന്റെ ക്യാമറയുടെ മുമ്പിൽ അങ്ങനെ കട്ട് ചെയ്താൽ മതിയല്ലോ. അതൊന്നുമില്ല, എനിക്കിപ്പോ 46, 47 ആയി. അപ്പൊ എനിക്ക് എത്ര വയസ്സുണ്ട്? 38 ഒക്കെ എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മൾ ഒരേ ഏജ് ഗ്രൂപ്പ്. സാറിന് ഫേസ് ആരെങ്കിലും വേറെ വല്ല ഡയറക്ടർമാരായിട്ട് കമ്പയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദുൽഖറിന്റെ ഫസ്റ്റ് സിനിമയല്ലേ ശ്രീനാഥിന്റെ ഒരു ശ്രീനാഥല്ലേ ഡയറക്ടറുടെ പേര്? മറ്റേ ഇതല്ലേ സെക്കൻഡ് ഷോ. ഇപ്പൊ പുള്ളിയുടെ പുതിയ സിനിമ, പുള്ളിയുടെ ഒരു ഞാൻ സാറായിട്ട് സംസാരിക്കുമ്പോ
ഗ്ലാസിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഏകദേശം ഒരു ചെറിയൊരു കട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്കത് സംസാരിക്കുന്നതിന്റെ ആയിരിക്കും. ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ. കാരണം പുള്ളിയായിട്ട് 1-2 വട്ടം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പുള്ളി ഇവിടെ നമ്മുടെ തൃക്കാക്കരയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഇടക്കിടക്ക് റോട്ടിൽ വെച്ച് കാണാറുമുണ്ട്. മേ ബി അതായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ സാറിന് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഒരുപാട് ചെയ്യട്ടെ. അത് ഒരു നമ്മളുടെ ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞങ്ങളുടെ ഫ്ലോറിൽ വന്ന് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ കൂടെ സഹകരിച്ച് പോയ ആൾക്കാർ പെട്ടെന്ന് കയറി പോട്ടെ എന്ന് പറയുന്നൊരു ഇതാണ്. കാരണം വേറെ നമുക്കറിയാലോ, പറയാലോ പുള്ളിയുടെയൊക്കെ ഇന്റർവ്യൂ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ അഹങ്കരിക്കാലോ. അപ്പൊ എന്തായാലും സാറേ വളരെ സന്തോഷം വന്നിരുന്ന് ഇത്രയും നേരം എന്നെ സഹിച്ചതിന്, സ്പെഷ്യൽ എന്നെ ദിലീപേട്ടനെ സഹിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട് സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഉറപ്പായിട്ട് ഞാൻ ഈ പറയുന്ന എന്നെ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ പലരും ഇങ്ങനെ സോളോ ഇന്റർവ്യൂ ആയിട്ട് ഇങ്ങനെ പലരും വിളിക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്. പക്ഷെ ഇത് വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഇത് നോക്കിയപ്പം ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ ഈ ചെയർ നിങ്ങൾ തുടക്കമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വീഡിയോസ് ആണ്, ഞങ്ങളുടെ ഫുൾ വീഡിയോസ് ഒന്നും കണ്ടില്ല. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ മറ്റേ ലീല പുള്ളിക്കാരിയുടെ അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാനിങ്ങനെ നോക്കിയപ്പം അത് ക്രാഫ്റ്റ് ചെയ്ത രീതി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഉറപ്പായിട്ടും ഇത് വർക്ക് ആവട്ടെ, ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോട്ടെ. നിങ്ങളുടെ ഇത് വലിയൊരു സ്റ്റുഡിയോ ഒരു സംരംഭമായി മാറട്ടെ. അതോടൊപ്പം സിനിമയോടുള്ള സ്നേഹവും സിനിമയോടുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഗംഭീരമായിട്ട് പുത്ത് വിടരട്ടെ. ഒരുപാട് സന്തോഷം സാറേ. സത്യം. കാരണം സാറ് പറഞ്ഞ ഒരു കാര്യം, അത് ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ ഞങ്ങൾ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യം വന്നപ്പോ ഇത് വിളിച്ചപ്പോ പറഞ്ഞൊരു ടീം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂസ് ഒക്കെ ഞങ്ങൾ കണ്ടമാനം കൊടുത്തിട്ടുള്ളതാണ്, ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും കൊടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് വളരെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ സാറിന് മുമ്പിൽ ഒരു പേപ്പറോ സാറ് വന്നപ്പോൾ സാർ എന്തൊരു ക്വസ്റ്റ്യനോ തന്നോ ഒന്നുമില്ല. നമ്മൾ സാറ് സംസാരിക്കുന്നതിൽ നിന്നാണ് നമ്മൾ ഓരോന്ന്. പക്ഷെ ആ പറഞ്ഞ വ്യക്തി ഇതേപോലെ ഇവിടുന്ന് ഇന്റർവ്യൂ കഴിയാൻ നിർത്തി പറഞ്ഞ കാര്യമുണ്ട്, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. വളരെ പുള്ളി പറഞ്ഞത് അത് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലല്ല പല ഇന്റർവ്യൂകളും പോകുന്നത്. വർക്ക് ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ആകെ സാർ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അമ്മയുടെ കാര്യം ചോദിച്ചത്. അമ്മ എന്ന് ഞാൻ ചോദിച്ചത് കൊണ്ടാണ്. അതിൽ വേദനിക്കൊന്നും വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോയേക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് സാർ വന്നിരുന്ന് ഇത്രയും ഞങ്ങളെ കുറിച്ച് പറഞ്ഞാലും. സാറും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു.